മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, അമ്മ എല്ലാവരെയും കേൾക്കും. ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 9-ാം തീയതി എൻ്റെ അഭിമന്യ പിതാവിൻ്റെ മെത്രാൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. നാട്ടിൽ പോയി അതൊക്കെ കൂടി തിരിച്ചു വന്നു. വേദനയ്ക്ക് അസഹനീയമായി. പിറ്റേ ദിവസം ഒരു ഡോക്ടറെ വിളിച്ചു. എനിക്ക് ഡോക്ടർ വന്നൊന്ന് കാണണം. ഡോക്ടർ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഡോക്ടർ വന്നു കഴിയുമ്പോൾ വ്യാഴാഴ്ച പോയി കാണാം എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. ബുധനാഴ്ച, അതായത് 14-ാം തീയതി ബുധനാഴ്ച ഞാൻ കിടക്കാൻ പോകുന്നതിന് ബൈബിൾ വായിച്ചു, ജപമാല ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി. അമ്മയുടെ ഫോട്ടോ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞ മേമത, ഞാനൊരു അഭിഷിക്തനാണ്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടേ? കുർബാന ചെല്ലണം. ആരോട് പറയും? എന്ത് പറയും? രണ്ടും കൽപ്പിച്ച് ഞാൻ നാളെ പോകും. ഡോക്ടറുടെ അടുത്ത് വരുന്നത് വരട്ടെ. ഡയഗ്നോസ് ചെയ്യാൻ പറയും. ചെയ്ത് കഴിഞ്ഞാൽ ബയോപ്സിക്ക് വിട്ട് കഴിയുമ്പോൾ എന്താണേലും വരുന്നത് വരട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ 3:50 എഴുന്നേൽക്കുന്നൊരു മനുഷ്യന് ഫ്രഷായി ആരാധന നടത്തും, പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷപ്പ് ആകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഈ വലിയ മുഴ അവിടെ ഇല്ല.